പഴുത്ത് കറുത്ത് തുടങ്ങിയ പഴവും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സറിന്റെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ജാറിൽ വെള്ളപ്പറ്റി ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിലും ചേർക്കാട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഹൈ സ്പീഡിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഹൈ സ്പീഡിൽ തന്നെ കറക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് പതഞ്ഞ് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. ഞാനിവിടെ പഴുത്ത് കറുത്ത് തുടങ്ങിയിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലോ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ സ്പീഡിൽ മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ബാറ്റർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ നമ്മൾ അരിച്ചാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അരിപ്പയിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ അരിച്ച് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറിലോ ബേക്കിംഗ് സോഡയിലോ എന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സറിന്റെ ജാറിലിട്ട് ലോ സ്പീഡിൽ ഒന്ന് കറക്കി എടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ കട്ടിംഗ് ഫോൾഡിംഗ് മെത്തേഡിൽ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് ഡെൻസായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ആ ഒരു മുട്ട പതപ്പിച്ചെടുത്ത ആ ഒരു എയർ ഒന്നും ഒട്ടും തന്നെ പോവാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഉണ്ണിയപ്പ ചട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിലോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഉണ്ണിയപ്പച്ചട്ടി ആദ്യം ഒന്ന് എണ്ണ തടവി എടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് തടവി എടുക്കുക. അതിനുശേഷം ബാറ്റർ ആ ഓരോ കുഴിയിലും 1/4 ഭാഗത്തോളം മാത്രം വരുന്ന രീതിക്ക് നിറച്ചു കൊടുക്കുക. നിറച്ചൊഴിച്ചു കൊടുത്താൽ എല്ലാം കൂടെ ഒന്നിച്ചു ആവൂട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് പൊങ്ങി വരും. 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു പഴയ തവ ആദ്യം വെച്ച് നല്ല പോലെ തന്നെ ചൂടാക്കിയിരുന്നു. അതിന്റെ മുകളിലേക്കാണ് ഈ ഒരു പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ടാകും. നോക്കൂ, അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കളർ കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പം തന്നെ ഈ ഒരു പാനിൽ നിന്ന് മാറ്റണം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അടിഭാഗം ഹാർഡായി പോകും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴവും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കേക്കുകളാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കേക്ക് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.